ഈ വീട്ടിൽ ഞങ്ങൾ 5 വർഷം താമസം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിലോട്ട് വന്നു. അവിടെ മാറി ഈ വീട്ടിൽ വന്ന് ഞങ്ങൾ താമസം തുടങ്ങിയ കൊച്ചിന് ആക്സിഡൻ്റൊക്കെ ആയതുകൊണ്ട് ഞാൻ വാടക നോക്കിയില്ല. പെട്ടെന്നൊരു വീടെടുത്തു. ഞങ്ങൾക്ക് താങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ വീണ്ടും 1 മാസത്തെ കാലയളവിൽ ഞങ്ങൾ അവിടുന്ന് പടിയിറങ്ങുകയാണ്. എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കണം. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇവിടെ 1 മാസത്തെ കാലയളവാണ്. അവർ ഞങ്ങളോട് അവിടെ നിൽക്കാൻ കുറേ പറഞ്ഞതാണ്. ഞങ്ങൾ നിന്നില്ല. 9300 കറണ്ട് ബില്ല് അയാൾക്ക് 1 മാസത്തിൽ ഞങ്ങൾ 1200 രൂപയും കൊടുക്കണമെന്ന്. അപ്പോൾ എത്ര രൂപയായി? ഒരു വില്ല പോലെ ഒരു സംഭവമാണ്. പെട്ടെന്ന് എടുക്കേണ്ടി വന്നതാണ് സാഹചര്യവശാൽ. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് 1 മാസം മോർണിങ്ങിനെ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ വീണ്ടും പടിയിറങ്ങുകയാണ് കേട്ടോ. വീണ്ടും വേറൊരു വീട്ടിൽ ഇപ്പം ഞങ്ങൾ താമസം തുടങ്ങാൻ വേണ്ടിയിട്ട് വന്ന് കയറി. ഇതാണ് ആ വീട്. ഇപ്പം ഞങ്ങൾ താമസം തുടങ്ങിയ വീടാണ് ഇത്. ഈ വീട്ടിലാണ് ഇനിയിപ്പം ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ എത്ര കാലം വേണേലും ഞങ്ങൾക്ക് നിൽക്കാം കേട്ടോ. നമ്മളറിയുന്നവരാണ്. എന്നാലും സ്ഥലപരിമിതികളുണ്ട്, കുറവുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക്. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഓരോ സ്ഥലത്തൂടെ കസേരകളൊന്നും ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. അത്രയും മതി. അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ ജീവിതം. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് എളുപ്പമൊന്നും ഞങ്ങൾ മാറിപ്പോകാൻ ഉദ്ദേശമില്ല എന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിലാണ്. നല്ല ആളാണ്, നല്ല ഓണറാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച് പോകുന്നു. അപ്പം ശരി കേട്ടോ. അങ്ങനെ ഞാൻ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇടവഴിയിൽ എപ്പോഴെങ്കിലും ദൈവം സഹായിച്ച ഒരു സ്ഥിരതാമസമാക്കാം. ഓക്കെ. ഫോണിങ്ങനെ തുള്ളി കളിക്കുക. ഫോണ് കേടായി. ആരെങ്കിലും മേടിച്ചു തരുന്നുണ്ട് തന്നോട്ടോ. ഓക്കെ, ബായ്. സപ്പോർട്ട് ചെയ്യണേ.